89.6 FM Sargakshetra SK Junction സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷന്റെ സമയമാണ്. കൂടെയുള്ളത് RJ ജോ ആണ്. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ദേവി കൃഷ്ണ മാം ഫ്രം മീറ്റർ ഹോസ്പിറ്റൽ തളകം. മാം, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. യെസ്, നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് പോസ്റ്റ് പാർട്ടം മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചാണ്. നമുക്കറിയാം, എനിക്ക് തോന്നുന്നു ഈ പോസ്റ്റ് പാർട്ടം എന്നുള്ള വാക്ക് ആളുകളിലേക്ക് കൂടുതൽ എത്തിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ, കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. എന്താണ് പോസ്റ്റ് പാർട്ടം, അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഒരുപാട് പേര് പറയുന്നതിൻ്റെ പ്രസൻറ്റ് ചെയ്തുകൊണ്ട് കുറേ വീഡിയോസും സിനിമകളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഞങ്ങളൊക്കെ കുറേ പ്രസവിച്ചിട്ടുള്ളത്, ഞങ്ങൾക്കില്ലായിരുന്നല്ലോ ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഒന്നും അന്നില്ലായിരുന്നു, പിന്നെ ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് ഇത്, അങ്ങനെ കുറേ ഡയലോഗ്സ്, കുറേ കമൻസ് ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. സോ ഈ ഒരു പോസ്റ്റ് പാർട്ടം മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് നമ്മൾ ഇന്നും പറയേണ്ട ഒരു പ്രസക്തി എന്തുമാത്രമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രശസ്തി എത്രമാത്രമാണെന്നുള്ളത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ SK ജംഗ്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 2026 ആകുമ്പോൾ ഈ പറയുന്ന പോലെ ഒരുപാട് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചുള്ള അവയർനെസ് എല്ലാവർക്കും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഈ പറയുന്ന പോസ്റ്റ് പാർട്ടം എന്ന് പറയുന്ന ഇഷ്യൂവിനെ കുറിച്ചും ഇപ്പം ഒരുപാട് ഭർത്താക്കന്മാരാണെങ്കിലും അവരാണെങ്കിലും ഒക്കെ ഇതിനെക്കുറിച്ച് അവെയറായി വരുന്നുണ്ട്. പക്ഷേ എങ്കിലും ഈ പണ്ട് തൊട്ടേ ഇങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പലർക്കും അറിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള അവയർനെസ് കൂട്ടിക്കൊണ്ടുവരാനും അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതും എല്ലാവരും, എല്ലാ അമ്മമാരും, എല്ലാ ഹസ്ബൻഡ് ആൻഡ് വൈഫും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആൾ മാത്രമല്ല, അവർക്ക് ചുറ്റുമുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട, അവെയർ ആവേണ്ട കാര്യങ്ങൾ, അതാണ് നമ്മൾ ഇന്ന് SK ജംഗ്ഷനിലൂടെ കേട്ടറിയാനായിട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രഗ്നൻറ്റ് ലേഡീസിന് അറിയാം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കടന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. പക്ഷെ പലപ്പോഴും ഇത് അറിയാതെ പോകുന്നത് ചുറ്റിലുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ പ്രഗ്നൻറ്റ് ലേഡീസും അവർക്ക് ചുറ്റിലുള്ള അവരെ കെയർ ചെയ്യുന്ന എല്ലാവരും, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട, സമൂഹത്തിലുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇന്ന് SK ജംഗ്ഷനിലൂടെ നമ്മൾ കേട്ടറിയാനായിട്ട് പോകുന്നത്. പോസ്റ്റ് പാർട്ടം മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ കേട്ടറിയാം തുടർന്നുള്ള നിമിഷങ്ങളിൽ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra SK Junction സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷന്റെ സമയമാണ്. കൂടെ ജോ ആണുള്ളത്. നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ദേവി കൃഷ്ണ ഫ്രം മീറ്റർ ഹോസ്പിറ്റൽ തളകം. മാം, നമ്മൾ ഇന്ന് പോസ്റ്റ് പാർട്ടം മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു. ഇന്നത് സംസാരിക്കേണ്ട പ്രസക്തി എത്രമാത്രമാണ് എന്നുള്ളത് മാം പറഞ്ഞു. എല്ലാവരും ഇത് അവെയർ ആയിട്ടിരിക്കണം. കാരണം നമുക്കറിയാം റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ആ ഒരു വ്യക്തിയുടെ മാനസിക അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടുണ്ട്. അതിലൊന്ന്, ഈ പ്രസവത്തിന് ശേഷം അമ്മമാർക്ക് മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സാധാരണമാണ്. മുമ്പേ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഒന്ന് എടുത്തു പറയുകയാണ്, അല്ലെങ്കിൽ അവെയർ ആയിരിക്കണം എന്നുള്ളത് പറയാനായിട്ടുള്ള, അല്ലെങ്കിൽ അത് ഊന്നി നമ്മളൊന്ന് അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു ആവശ്യകത എത്രമാത്രം അത്? ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പല രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ പ്രസവാനന്തരം ഒരു 6 ആഴ്ചയ്ക്കുള്ളിൽ തുടങ്ങുന്ന മാനസിക പ്രശ്നങ്ങളെയാണ് നമ്മൾ പോസ്റ്റ് പാർട്ടം മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ പ്രസവാനന്തരം വരുന്ന മാനസിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് പല രീതിയിലുള്ള പ്രശ്നങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ വളരെയധികം പലരും കേട്ടിട്ടുള്ള ഒരു ടേമാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്നുള്ളത്. അതുപോലെ തന്നെ കുറച്ചും കൂടെ സിവിയറിറ്റി കൂടിയ ഒരു പ്രോബ്ലമാണ് പോസ്റ്റ് പാർട്ടം സൈക്കോസിസ് എന്ന് പറയുന്നത്. അത് റിയാലിറ്റി ഒക്കെ ആയിട്ട് ഒരു വ്യക്തിക്ക് അവരുടെ ബന്ധം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നതാണ് പോസ്റ്റ് പാർട്ടം സൈക്കോസിസ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ വരുന്ന മറ്റൊരു പ്രശ്നം പോസ്റ്റ് പാർട്ടം ആങ്സൈറ്റി എന്ന് പറയുന്നത്. ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു പേടി, കുഞ്ഞിൻ്റെ സേഫ്റ്റിയെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ഭയം, അത് അമിതമാവുന്ന ഒരവസ്ഥ. പിന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എമർജൻസി ആയിട്ടുള്ള ഒരു സെക്ഷൻ ചെയ്യേണ്ടി വരുന്നു, വളരെയധികം പെയിൻ അനുഭവപ്പെടുന്ന ഒരു ഡെലിവറി, അല്ലെങ്കിൽ ഒരു ലേബർ പെയിൻ ഒരുപാട് അനുഭവിക്കേണ്ടി വരുന്നു. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ പോസ്റ്റ് പാർട്ടം PTSD, അതായത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, പോസ്റ്റ് പാർട്ടത്തിന് ശേഷം ഈ പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകുന്നു. ഇതിനൊക്കെ പുറമെ ഒരു അമ്മയാവുക എന്നുള്ളത് ഒരു റോൾ ചേഞ്ചാണ്, അല്ലേ? അപ്പോൾ ആ റോൾ ചേഞ്ചിലോട്ട് വരുന്ന ഒരവസരത്തിൽ അതിനോട് പൊരുത്തപ്പെടാനായിട്ട് അവർക്ക് വേണ്ടുന്ന സമയം എടുക്കേണ്ടി വരുന്നു. അപ്പോൾ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസും ഇതിൻ്റെ ഭാഗമായിട്ട് വരാറുണ്ട്.
ഓക്കെ, അപ്പോൾ ഇതും സാധാരണമാണ്. അതുപോലെ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കേട്ട് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ പോസ്റ്റ് പാർട്ടം മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിൽ അടങ്ങിയിരിക്കുന്നത് ഏതൊക്കെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മളെനിക്കൊന്ന് കൂടുതലും ആളുകൾ കേട്ടിട്ടുള്ളത് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, കുറച്ചും കൂടെ സിവിയർ ആയിട്ടുള്ളതാണ് പോസ്റ്റ് പാർട്ടം സൈക്കോസിസ് തുടങ്ങിയ മാം പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്തുന്നത്. അപ്പം അതിനെക്കുറിച്ചും എന്താണ് അതിൻ്റെ പ്രതിവിധി ഒക്കെ നമുക്കിനി കേട്ടറിയാം എസ് കെ ജംഗ്ഷനിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം കൂടെ ജോ ആണുള്ളത്. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു എസ് കെ ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ജോ ആണുള്ളത്. ഇന്ന് നമ്മൾ എസ് കെ ജംഗ്ഷനിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. എസ്പെഷ്യലി മാനസിക ആരോഗ്യം. അതായത് മാനസികാരോഗ്യം തന്നെ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ കേൾക്കാറുള്ള അല്ലെങ്കിൽ ആളുകൾ സംസാരിക്കാറുള്ള, പരസ്പരം ഡിസ്കസ് ചെയ്യാറുള്ള ഒരു കാര്യമാണ് പോസ്റ്റ് പാർട്ടം മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറഞ്ഞത്. പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് വരുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അവെയർ ആയിരിക്കണം എന്നാണ് ഇന്നത്തെ എസ് കെ ജംഗ്ഷനിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ഈ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ട്. വി ഹാവ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ദേവി കൃഷ്ണ ഫ്രം മിച്ചേര ഹോസ്പിറ്റൽ തെലങ്ക്. മാം, നമ്മൾ ഈ ഒരു പോസ്റ്റ് പാർട്ടം മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ നമ്മൾ പ്രധാനമായിട്ടും കേൾക്കുന്ന ചില ടേംസ് ഉണ്ട്. ഒന്ന് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, മാം മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ മറ്റൊന്നാണ് ബേബി ബ്ലൂസ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ബേബി ബ്ലൂസ്? ഡെലിവറിക്ക് ശേഷം തന്നെ ആരംഭിക്കുന്ന ചില പ്രോബ്ലംസ് ആണ് ബേബി ബ്ലൂസ് എന്ന് പറയുന്നത്. പക്ഷെ അതൊരു സിവിയർ ആയിട്ടൊരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ വരുന്ന സിംറ്റംസ് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ പറയുവാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന അമ്മ, അതായത് ഡെലിവറി കഴിഞ്ഞ അമ്മ കുറച്ചും കൂടെ സെൻസിറ്റീവായിട്ട് നമുക്ക് കാണപ്പെടും. അതായത് പെട്ടെന്ന് കരച്ചിൽ, മൂഡ് സ്വിങ്സ്, ചെറിയ തോതിലുള്ള മൂഡ് സ്വിങ്സ്, ദേഷ്യം, സങ്കടം, ഇതൊക്കെ പെട്ടെന്ന് മാറി വരുന്നു. അതുപോലെ തന്നെ ഉറക്കത്തിന് ചെറിയ ഡിസ്റ്റർബൻസ്, ചെറിയ രീതിയിലുള്ള ഉത്കണ്ഠയും പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. പൊതുവെ ഇത് ഒരു 10 മുതൽ ഒരു 14 ദിവസത്തിനുള്ളിൽ, അതായത് 2 ആഴ്ചക്കുള്ളിൽ ഇത് പൂർണ്ണമായിട്ടും ഭേദപ്പെടാറുണ്ട്. ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെയോ മറ്റ് സഹായങ്ങളൊന്നും ഇല്ലാതെ തന്നെ അത് ഭേദപ്പെടാറുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന പോലെ നമുക്ക് മദർഹുഡിലോട്ട് കയറുന്ന സമയത്ത് ഒരുപാട് രീതിയിലുള്ള ഫിസിയോളജിക്കൽ ചേഞ്ചസും നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നുണ്ട്. ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ചില ദ്രാവകങ്ങളുണ്ട്, അതായത് ഹോർമോൺസ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിലും ഹോർമോൺസിലും ഒക്കെ വരുന്ന ഒരു ഏറ്റക്കുറച്ചിൽ വല്ലാതെ സംഭവിക്കുന്ന ഒരു ടൈമാണ് ഈ ഡെലിവറി ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, സെട്രാലിൻ, ഡോപ്പമിൻ എന്നൊക്കെ. സെട്രാലിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തലച്ചോറിലുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. അത് നമ്മുടെ ഉറക്കത്തെയും അതുപോലെ ഭക്ഷണ രീതിയെയും നമ്മുടെ മൂഡിനെയും ഒക്കെ നിയന്ത്രിക്കുന്ന ഒന്നാണ്. അതുപോലെ ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് കാര്യം ചെയ്യുവാണെങ്കിലും നമുക്കൊരു മോട്ടിവേഷൻ വേണം, അല്ലേ? അപ്പോൾ ആ മോട്ടിവേഷനെയൊക്കെ നിയന്ത്രിക്കുന്നതാണ് ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിനകത്തൊക്കെ ഏറ്റക്കുറച്ചിൽ വരുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതൊരു 2 ആഴ്ചക്കുള്ളിൽ പഴയ അവസ്ഥയിലേക്ക്, അമ്മയ്ക്ക് പഴയ ഫങ്ഷനിങ് അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കാറുണ്ട് ബേബി ബ്ലൂസിൽ. ഓക്കെ, അപ്പോൾ എന്തായാലും ബേബി ബ്ലൂസ് എന്താണ് നമ്മൾ കേട്ടു. അപ്പം എനിക്കൊന്നും ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ബേബി ബ്ലൂസും ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനും തമ്മിൽ എന്താണ് വ്യത്യാസം, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് വിഭിന്നമാവുന്നത് എന്നുള്ളതൊന്നൊരു സംശയം ഒരുപാട് പേർക്ക് ഇപ്പം വന്നിട്ടുണ്ടായിരിക്കും. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് കേട്ടറിയാം പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു എസ് കെ ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. ഇപ്പം നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ദേവി കൃഷ്ണ മാം ഫ്രം മിച്ചേര ഹോസ്പിറ്റൽ തെലങ്ക്. മാം, നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മാം പറഞ്ഞൊരു കാര്യമുണ്ട്. അമ്മയാവുക എന്ന് പറയുന്നത് ഒരു റോൾ ചേഞ്ച് ആണ്. ഒരു കുട്ടിയായിരുന്ന ഒരാൾ ഒരു യുവതിയാകുന്നു, പിന്നീട് ഒരു ഭാര്യയാകുന്നു, പിന്നീട് ഒരു അമ്മയാകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ലോകത്ത് ഒരു വ്യക്തിയെ സമ്മാനിക്കുന്ന ഒരു പ്രോസസ്സ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പക്ഷേ അതിലൂടെ കടന്നു പോകുന്ന ആളുകൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും പല പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പം അതിൽ ഈ മാനസിക പ്രശ്നങ്ങൾ ഒരു നാൾ വരെ ആരും അങ്ങനെ സംസാരിക്കുന്നില്ലായിരുന്നു, അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ ഇന്ന് അത് വളരെ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യമാണ്. പോസ്റ്റ് പാർട്ടം മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കണമെന്ന് ഇപ്പോൾ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകളായിക്കോട്ടെ ഒക്കെ ഊന്നി പറയുന്ന കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞു നിർത്തിയത് ബേബി ബ്ലൂസും പോസ്റ്റ് പാർട്ടം ഡിപ്രഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ്. അപ്പം ഇതിലേക്ക് തന്നെ നമുക്കിനി നേരിട്ട് പോവാം. ബേബി ബ്ലൂസിൽ നമുക്ക് പൊതുവേ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഫാമിലി സപ്പോർട്ടും ഈ പറയുന്ന അവയർനെസ്സും ഒക്കെ ഉള്ള ഒരു കുടുംബാംഗങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിത്തിൻ 2 വീക്സ്, മാക്സിമം 2 വീക്സ് ആണ് പറയുന്നത്, ഒരു 10 to 14 ഡേയ്സിനുള്ളിൽ തന്നെ സിംറ്റംസ്, അതായത് നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
അതുപോലെ തന്നെ അമ്മയ്ക്ക് അമ്മയുടേതായിട്ടുള്ള ഒരു ഫങ്ഷൻസ് ഉണ്ട് അല്ലെ, ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഈ ബേബി ബ്ലൂസ് ഉള്ള അമ്മമാർക്കാണെങ്കിലും ഒരു 70-80% അവർക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കും ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും. അതേസമയം പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് വരുവാണെങ്കിൽ ഈ പറയുന്ന ഉത്തരവാദിത്തങ്ങളെല്ലാം അവർക്ക് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് ഒരു തടസ്സമുണ്ടാവും. ആ തടസ്സം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഡിപ്രഷൻ്റെ അല്ലെങ്കിൽ വിഷാദത്തിൻ്റെ സിംറ്റംസ് തന്നെയാണ്. ഇപ്പം ഒരാൾക്ക് കൈയൊടിഞ്ഞിരിക്കുവാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ മറ്റുള്ളവരുടെ സഹായവും സപ്പോർട്ടും ഒക്കെ വേണ്ടതുപോലെ തന്നെ ഈ മാനസികമായിട്ടുള്ള ഈ ഒരു വിഷാദാവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്കും ഈ പറയുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആ അമ്മ എന്നുള്ള റോള് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ ഉള്ളൊരു മറ്റൊരു സിംറ്റം എന്താണെന്ന് വെച്ചാൽ 2 ആഴ്ചക്കുള്ളിൽ ബേബി ബ്ലൂസിൽ പ്രശ്നങ്ങൾ കുറയുവാണ് എന്നുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിൽ ഈ പറയുന്ന തുടർച്ചയായിട്ട് നിൽക്കുന്ന ഒരു വിഷാദാവസ്ഥയാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ആ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലെ ആ ഒരു അവസ്ഥ കുറയുവല്ല, വീണ്ടും സിംറ്റംസ് വഷളായി വരുവാണ് ചെയ്യുന്നത്. കൂടുതൽ രീതിയിലുള്ള ഒരു ഗിൽറ്റ് ഫീലിംഗ്, കുറ്റബോധം, അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം കൂടി വരുവാണ് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിൽ ഉണ്ടാകുന്നത്. സോ അത് മൈൽഡ് ടു സിവിയർ, അതായത് വളരെ ചെറിയ പ്രശ്നം തൊട്ട് വളരെ സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. അതിന് നമുക്ക് കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോതെറാപ്പി, ചില സാഹചര്യങ്ങളിൽ മെഡിസിൻ്റെ ആവശ്യവും വരാറുണ്ട്. മെഡിസിനും ഇതൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 മുതൽ 4 മാസത്തിൻ്റെ ഇടയിൽ തന്നെ പൂർണ്ണമായിട്ടും ഈ ഒരു പ്രശ്നത്തെ നമുക്ക് തുടച്ചു മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇപ്പം മാം ബേബി ബ്ലൂസിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞു. ഇപ്പം പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്താണ്, അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് എന്നുള്ളതൊന്ന് വ്യക്തമാക്കാവോ? തീർച്ചയായിട്ടും. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇത് ഡിപ്രഷൻ എന്നുള്ളത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, വിഷാദാവസ്ഥ എന്ന് പറഞ്ഞ്. അപ്പം സാധാരണ ഒരു സാഡ്നെസ് വരുന്നത് അല്ലെങ്കിൽ ഒരു വിഷമം വരുന്നതിനെ നമുക്ക് ഡിപ്രഷൻ എന്ന് വിളിക്കാൻ കഴിയില്ല. കാരണം എന്താ, അത് നമുക്ക് ഒരു 2 ആഴ്ചയോളം തുടർച്ചയായിട്ട് നിൽക്കുന്ന ഒരു വിഷാദാവസ്ഥയാണ് ഒരു ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് വളരെയധികം ക്ഷീണം അനുഭവപ്പെടാറുണ്ട് ഈ അമ്മമാർക്ക്. അപ്പം അതിനൊരു ഫിസിയോളജിക്കൽ എക്സ്പ്ലനേഷൻ ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല, പക്ഷെ അവർക്ക് വല്ലാത്ത രീതിയിലുള്ള ഒരു ക്ഷീണം അനുഭവപ്പെടാറുണ്ട്. എനർജി കുറവായിട്ട് തോന്നും, കോൺഫിഡൻസ് വളരെ കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ. പിന്നെ അമിതമായിട്ടുള്ള കുറ്റബോധം, അതായത് ഞാൻ നല്ല രീതിയിലല്ല എൻ്റെ കുഞ്ഞിനെ നോക്കുന്നത്, ഞാൻ നല്ലൊരു അമ്മയല്ല, ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകളും കുറ്റബോധവും അമിതമായിട്ട് നിൽക്കും. ചില സാഹചര്യങ്ങളിൽ കുറച്ച് സിവിയർ ആയിട്ടുള്ള, അതായത് കുറച്ച് ഗുരുതരാവസ്ഥയിലേക്ക് പോകുമ്പോൾ പലപ്പോഴും സൂയിസൈഡൽ ടെൻഡൻസീസ് അല്ലെങ്കിൽ സൂയിസൈഡൽ ഐഡിയേഷൻസ് എന്നൊക്കെ പറയാം, അതായത് ആത്മഹത്യ ചെയ്യാനുള്ള രീതിയിലുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ ഈ അമ്മമാരിലേക്ക് വരും. അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ഉടൻ തന്നെ ഒരു സൈക്യാട്രിസ്റ്റിനെ സമീപിക്കേണ്ടതാണ്. അതല്ല മോഡറേറ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കൗൺസിലിങ്ങിലൂടെയും സൈക്കോതെറാപ്പിയിലൂടെയും നമുക്ക് ഇംപ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, പോസ്റ്റ്മോർട്ടം മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ തുടർന്നുള്ള നിമിഷങ്ങളിൽ SK ജംഗ്ഷനിലൂടെ കേട്ടറിയാം. കൂടെയുള്ളത് RJ ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. പോസ്റ്റ്മോർട്ടം മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിൻ്റെ ആഴം എത്രമാത്രമാണ് എന്നുള്ളത് എനിക്കൊന്ന് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ പല വാർത്തകളിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പലരും ഇത് അനുഭവിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ തിരിച്ചറിഞ്ഞിട്ടില്ല ആ ഒരു സമയത്ത് ഇത് പോസ്റ്റ്മോർട്ടം ആണ് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ളത്. എന്തായാലും ഇന്ന് പക്ഷേ ആളുകൾ അതിനെക്കുറിച്ച് അവെയറാണ്, പക്ഷേ ഇനിയും കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. SK ജംഗ്ഷനിലൂടെ കാര്യങ്ങൾ നമ്മളിന്ന് കേട്ടറിയുന്നു. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ദേവി കൃഷ്ണ ഫ്രം മിച്ചര ഹോസ്പിറ്റൽ തലക. മാം, നമ്മൾ പോസ്റ്റ്മോർട്ടം മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് സംസാരിക്കുന്നു, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, ബേബി ബ്ലൂസ് എന്തൊക്കെയാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ അത് സംസാരിക്കുന്നതിനിടയിൽ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു മരുന്നുകൾ സജസ്റ്റ് ചെയ്യാറുണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പം ഈ മരുന്നിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എല്ലാ തരത്തിലുള്ള ഈ ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിന് മരുന്ന് മാത്രം മതിയാവുമോ, അല്ലെങ്കിൽ ഈ ഒരു കൗൺസിലിംഗ് വേണ്ടി വരുന്നുണ്ടോ, അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് നടത്തുന്ന അമ്മമാർക്ക് ഈ ഒരു മരുന്ന് ഓക്കെ ആണോ? പല സംശയങ്ങളും മരുന്നിനോടനുബന്ധിച്ച് വരുന്നുണ്ട്. അപ്പം എന്താണ് പറയാനുള്ളത് മാമിന്? ഭൂരിഭാഗം സാഹചര്യത്തിലും ഇത് കൗൺസിലിങ്ങിനോടോ അല്ലെങ്കിൽ സൈക്കോതെറാപ്പിയോടോ ഒപ്പം തന്നെയാണ് മെഡിസിൻസും കൊടുക്കുന്നത്. പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന് പറയുന്ന ഒരു ഗുരുതരമായ കണ്ടീഷനാണ്. അപ്പം അതൊക്കെ വരുന്ന സമയത്ത് നമുക്ക് മെഡിസിൻസിൻ്റെ സഹായം എടുത്തേ തീരുള്ളൂ. ബ്രസ്റ്റ് ഫീഡിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ളത് ഡോക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. സേഫ് ആയിട്ടുള്ള മെഡിസിൻസ് നമുക്കിന്ന് അവൈലബിൾ ആണ്. നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന സമയത്തും
കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻസ് അവൈലബിൾ ആണ്. പിന്നെ ഇതേക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കേണ്ടത് സൈക്കാട്രിസ്റ്റ് ആണ്. അപ്പം സേഫ് ആണ് എന്നുള്ളത് ഡോക്ടേഴ്സ് ഉറപ്പ് വരുത്തിയിട്ടേ നമുക്കത് മരുന്നുകൾ നൽകാറുള്ളൂ എന്നുള്ളൊരു കാര്യം മാം പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് കേൾക്കണം, അറിയണം. സോ കേട്ടുകൊണ്ട് തന്നെ ഇരുന്നുള്ളൂ. ഇത് സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. പോസ്റ്റ്മോർട്ടം മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ കേട്ടറിയുന്നു SK ജംഗ്ഷനിലൂടെ. നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ദേവി കൃഷ്ണ ഫ്രം മിച്ചേര ഹോസ്പിറ്റൽ, തെലകം. മാം, നമ്മൾ ഇനി കേട്ടറിയേണ്ട ഒരു കാര്യം, മുമ്പേ മരുന്ന് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് പോസ്റ്റ്മോർട്ടം സൈക്കോസിസിലാണെന്ന് പറഞ്ഞു. അതൊരു സിവിയർ ആയിട്ടുള്ള ഒരു കേസ് ആണെന്ന് പറഞ്ഞു. സോ അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്? എത്രമാത്രം നമ്മൾ ഈ ഒരു പോസ്റ്റ്മോർട്ടം സൈക്കോസിസിനെ കുറിച്ച് അവെയർ ആവണം? പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ റെയർ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. അത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പോലെ അത്ര നമ്മൾ ആളുകളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമല്ല. അതായത് 1000-ൽ 1-2 പേർക്ക് മാത്രമാണ് ഈ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലം വരാറുള്ളത്. ഇവിടെ ഈ പറയുന്ന അമ്മയ്ക്ക് ഡെലിവറിക്ക് ശേഷം ഒരു റിയാലിറ്റിയുമായിട്ടുള്ള, അത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു ബന്ധം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. അതിൻ്റെ സിംറ്റംസ് എന്ന് പറയുവാണെങ്കിൽ ഇപ്പോൾ ഹാലൂസിനേഷൻസ്, നിങ്ങൾ പലരും കേട്ടിട്ടുള്ളൊരു വാക്കായിരിക്കും. അതായത് ഇല്ലാത്ത കാര്യങ്ങൾ നേരിട്ട് കാണുക, ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക്. അപ്പം പലപ്പോഴും ഇപ്പോൾ ഈ കേൾക്കുന്ന ശബ്ദങ്ങൾ പലപ്പോഴും കുട്ടിയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. കുഞ്ഞ് നിങ്ങൾക്ക് ആപത്താണ്, അപ്പോൾ കുഞ്ഞിനെ ഉപദ്രവിക്കുക എന്നുള്ള രീതിയിലൊക്കെ പലപ്പോഴും ഈ കേൾക്കുന്ന ശബ്ദങ്ങൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ഡെല്യൂഷൻസ് എന്ന് പറയും. അതായത് ചില തെറ്റായ വിശ്വാസങ്ങൾ അമ്മയുടെ മനസ്സിൽ ഉറച്ച വിശ്വാസങ്ങളായിട്ട് ഈ പറയുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട്. അതായത് കുഞ്ഞിക്ക് ആപത്താണ്, അല്ലെങ്കിൽ കുഞ്ഞൊരു നെഗറ്റീവ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില വിശ്വാസങ്ങൾ മനസ്സിലോട്ട് കയറി കൂടുവാണ്. അപ്പോൾ അങ്ങനൊരു സാഹചര്യം ഒക്കെ വരുവാണ്. അതോടൊപ്പം തന്നെ ഈ അമ്മ എന്നുള്ള ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട്, ഉറക്കക്കുറവ്, ഭയം, സംശയങ്ങൾ, അനാവശ്യമായ പല രീതിയിലുള്ള സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ വരിക. ഇങ്ങനെയുള്ള ഒരു ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഒക്കെ വന്നതിന് ശേഷമാണ് ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും കുഞ്ഞിനെ അമ്മയെ ഏൽപ്പിച്ചിട്ട് നമ്മൾ മാറി നിൽക്കാനായിട്ട് പാടില്ല. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയോ അല്ലെങ്കിൽ കെയർ ടേക്കേഴ്സിൻ്റെയോ ഒരു സൂപ്പർവിഷൻ എപ്പോഴും ഉണ്ടാവണം ഈ പറയുന്ന കണ്ടീഷനിൽ. പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും നല്ലത് നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതായിരിക്കും. ഇതും ഈ പറയുന്ന പോലെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ പൂർണ്ണമായിട്ടും ഭേദമാവുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഫീഡിങ് ചെയ്യുന്ന സമയത്തും അല്ലാത്തപ്പോഴും ഒക്കെ എപ്പോഴും അമ്മയുടെ കൂടെ ആൾ നിൽക്കണം. കുഞ്ഞിനെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള ചിന്തകളൊക്കെ അമ്മയുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ അമ്മയുടെ അടുത്ത് നിന്ന് മാറ്റി നിർത്തേണ്ടതും അത്യാവശ്യമാണ്. പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്താണെന്നുള്ളത് നമ്മൾ കേട്ടു. ഇനിയിപ്പം മാം പറഞ്ഞ കുറച്ച് ടേംസിലുള്ള മറ്റൊന്നാണ് പോസ്റ്റ്മോർട്ടം ആൻസൈറ്റി എന്നുള്ളത്. അതിലൂടെയും ആളുകൾ കടന്നു പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് എന്താണ്, കൂടുതൽ വിശദാംശങ്ങൾ കേട്ടറിയാം SK ജംഗ്ഷനിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം കൂടെയുള്ളത് RJ ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷന്റെ സമയമാണ്. മാനസികാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അതിൽ ഒരു വിഷയമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് SK ജംഗ്ഷനിലൂടെ നമ്മൾ കേട്ടറിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഒരു വ്യക്തിയല്ല, ആ ഒരു വ്യക്തിയെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന എല്ലാവരും ഈ ഒരു വിഷയത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മയായിക്കോട്ടെ, മകനായിക്കോട്ടെ, ചേട്ടനായിക്കോട്ടെ, ചേച്ചി ആയിക്കോട്ടെ, ആര് തന്നെയാണെങ്കിലും ഏത് റോളിലുള്ളവരാണെങ്കിലും ഈ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഉറപ്പ് വരുത്തിക്കൊണ്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ദേവി കൃഷ്ണ ഫ്രം മിച്ചേര ഹോസ്പിറ്റൽ, തെലകം. മാം, നമ്മൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്താണെന്നുള്ളത് കേട്ടു, പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്താണെന്നുള്ളത് കേട്ടു. ഇനി നമുക്ക് അറിയണത് പോസ്റ്റ്മോർട്ടം ആൻസൈറ്റി എന്താണ്, അതിന്റെ ലക്ഷണങ്ങൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ. ആങ്സൈറ്റി എനിക്ക് തോന്നുന്നു നമ്മൾ പലർക്കും സുപരിചിതമായ ഒരു ടേമാണ് ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ. എക്സാം ആങ്സൈറ്റി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ? പറയുന്ന പോലെ തന്നെ ഒരു ഭയമാണ്, ഒരു അകാരണമായിട്ടുള്ള അല്ലെങ്കിൽ അളവിൽ കൂടുതലായിട്ടുള്ള ഒരു ഭയം. ഇവിടെ ഈ ഒരു ഭയം കുട്ടിയുടെ സേഫ്റ്റിയെ കുറിച്ച് ഓർത്തായിരിക്കും. എൻ്റെ കുഞ്ഞ് സേഫ് ആണോ എന്നുള്ളത്
കണ്ടിന്യൂസ് ആയിട്ട് ഈ അമ്മമാരുടെ ഉള്ളിലൊരു ഭയം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുപോലെ കുഞ്ഞിൻ്റെതായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചെറിയ രീതിയിൽ ഇപ്പോൾ വെയിറ്റ് കുറവാണ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാലും അതൊരു വലിയ പ്രശ്നമാകുമോ, അതൊരു ആരോഗ്യ പ്രശ്നമായിട്ട് മാറുമോ എന്നൊക്കെയുള്ള ഭയം. രാത്രിയിൽ ചിലപ്പോൾ കിടന്നുറങ്ങുന്ന സമയത്ത് കുഞ്ഞിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും ടവൽ വന്ന് വീണിട്ട് കുഞ്ഞിൻ്റെ ശ്വാസം നിലച്ചു പോകുമോ, ഇങ്ങനെയൊക്കെ ഉള്ള കണ്ടിന്യൂസ് ആയിട്ടൊരു ഭയപ്പാടിൻ്റെ ഒരു അവസ്ഥയിലായിരിക്കും അവർ നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ സിംറ്റംസ്, ലക്ഷണങ്ങൾ ഈ പറയുന്ന പേടിയോടനുബന്ധിച്ച് തന്നെ ഉത്കണ്ഠ ഉണ്ടാവാറുണ്ട്. നെഞ്ചിടിപ്പ് വളരെയധികം ഇടയ്ക്ക് വല്ലാതെ കൂടുന്ന ഒരു പാൽപിറ്റേഷൻസ് വല്ലാതെ കൂടുന്ന ഒരു പ്രോബ്ലം, ചെറിയ പാനിക് അറ്റാക്ക് പോലെ വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം ആങ്സൈറ്റി എന്ന് പറയുന്നത്. ഇത് നമുക്ക് സിവിയറായിട്ട് ഇപ്പോൾ ഉറക്കക്കുറവൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിസിൻ്റെ സപ്പോർട്ട് എടുക്കാറുണ്ട്. അതല്ലെങ്കിൽ കൗൺസിലിങ്ങും ഈ പറഞ്ഞ ഫാമിലിയുടെ സപ്പോർട്ടും വളരെയധികം ആവശ്യമാണ്. അതായത് ഇപ്പോൾ ഈ കുഞ്ഞിനെക്കുറിച്ചുള്ള ഉത്കണ്ഠ കാരണം ഇവർ പല ആവർത്തി നമ്മുടെ അടുത്ത് വന്നിട്ട് അതങ്ങനാണോ, ഇതിങ്ങനാണോ, ഇത് പ്രശ്നമാണോ എന്നുള്ള രീതിയിൽ കുടുംബാംഗങ്ങളുടെ അടുത്തും ഡോക്ടേഴ്സിൻ്റെ അടുത്തും ഒക്കെ വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അവരോട് വഴക്ക് പറയാതെ അവർ പറയുന്നത് കേട്ട് മനസ്സിലാക്കി, ഇപ്പോൾ ഹസ്ബൻഡിനൊക്കെ ആണെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കാം, കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഞാനുണ്ട് നിൻ്റെ കൂടെ എന്നുള്ള ഒരു സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ കഴിയണം. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ഈ ഒരു പോസ്റ്റ്മോർട്ടം ആൻസൈറ്റി മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടായിരിക്കുമോ? പൊതുവേ 2 ആഴ്ച മുതൽ അല്ലെങ്കിൽ ഒരു 2 മാസത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം, അതായത് ഡെലിവറിക്ക് ശേഷം വന്നിട്ടുള്ള ആങ്സൈറ്റി ആണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ സബ്സൈഡ് ചെയ്യാറുണ്ട്, അതായത് കുറയാറുണ്ട്. പക്ഷേ അമ്മയുടെ അല്ലെങ്കിൽ ആരുടെ ആണെങ്കിലും ഒരു നേച്ചറിൽ, ഒരു പ്രകൃതത്തിൽ പൊതുവേ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ന്യൂറോട്ടിക് ആയിട്ടുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കുട്ടികൾ വളർന്നാലും ഈ പറയുന്ന ചെറിയ രീതിയിലുള്ള ആങ്സൈറ്റി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതല്ലെങ്കിൽ വിത്തിൻ 2-3 മന്ത്സ് ഈ പറയുന്ന വേണ്ടുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറയും. പക്ഷേ ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, കുടുംബ വഴക്ക്, ആരോഗ്യ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്ട്രെസ്സേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള സ്ട്രെസ്സേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ, അതിപ്പോൾ ഡിപ്രഷൻ ആണെങ്കിലും ശരി, ആങ്സൈറ്റി ആണെങ്കിലും ശരി, അത് തുടർന്ന് പോകാറുണ്ട്. ഓക്കെ മാം, അപ്പോൾ എന്തായാലും എന്തിനും ഏതിനും ഒരു പരിഹാരമുണ്ട് എന്നുള്ളത് മാം ഓരോ കാര്യം പറയുമ്പോഴും ആ ഒരു അവസാനത്തിലേക്ക് എത്തുന്നുണ്ട്. ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ചില വാക്കുകൾ, അതിപ്പം ഭർത്താവിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവരുടെ ആയിക്കോട്ടെ, അത് പറയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്നുള്ളൊരു അറിവ് നമുക്കുണ്ടായിരിക്കണം. ആ അറിവുകൾ നമ്മളിന്ന് കേട്ടറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് SK ജംഗ്ഷനിലൂടെ. എന്നാലും ധാരാളം കാര്യങ്ങൾ ഇനിയും കേൾക്കാം പാട്ടുകൾക്ക് ശേഷം. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷന്റെ സമയമാണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ദേവി കൃഷ്ണ മാം ഫ്രം മിച്ചേര ഹോസ്പിറ്റൽ തലക. മാം, നമ്മൾ പോസ്റ്റ്മോർട്ടം മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പല ടേംസ് അല്ലെങ്കിൽ പല അവസ്ഥകളെ ഓരോ ടേം ആക്കിയിട്ടുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടറിഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ഇനിയിപ്പം ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു റിസ്ക് ഫാക്ടേഴ്സ് എത്രമാത്രമാണെന്നുള്ളത് നമുക്കറിയണം. അതുപോലെ തന്നെ ഈ കൂടുതൽ നമ്മൾ കേൾക്കുന്നത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ച്, അതിൻ്റെ ഒരു ശതമാനം എത്രയായിരിക്കും? ഇപ്പം അല്ലെങ്കിൽ എല്ലാ അമ്മമാർക്കും ഈ ഒരു ഡിപ്രഷനിലൂടെ കടന്നു പോകും എന്നുള്ളൊരു ധാരണ ഇപ്പം എല്ലാവർക്കും ഉണ്ടോ? ഒരു അമ്മയാവാനായിട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഓക്കെ, ഇൻ ഫ്യൂച്ചറിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാനുള്ള സാധ്യതയുണ്ട് എന്നൊരു അവയർനെസ് ഉണ്ട്. പക്ഷേ അതൊരു മാൻഡേറ്ററി ആണോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കടന്നു പോകണം എന്നുള്ളതൊരു നിർബന്ധമാണോ? പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള സ്റ്റഡീസ് പ്രകാരം, അതായത് 2020 ശേഷമുള്ള സ്റ്റഡീസ് പ്രകാരം നമ്മൾ എടുക്കുകയാണെങ്കിൽ 4 അമ്മമാരിൽ ഒരാൾക്ക് ഈ ഡിപ്രസീവ് സിംറ്റംസ് വരാം എന്നുള്ളതാണ്. പക്ഷേ ഡിപ്രഷനകത്ത് തന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമല്ല. അതായത് ചിലർക്ക് മൈൽഡായിട്ടായിരിക്കും വന്നു പോകുന്നത്, ചെറിയ രീതിയിലുള്ള, ചിലർക്ക് മോഡറേറ്റ്, കുറച്ചും കൂടെ പ്രശ്നങ്ങളുള്ളത്, ചിലർക്ക് മാത്രമാണ് ഒരു സിവിയർ കണ്ടീഷനിലോട്ട് പോകുന്നത്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ, അതായത് നമ്മളൊരു ഡെലിവറിക്ക് പ്രിപ്പയർ ആവുന്ന സമയത്തും നമുക്ക് ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ഈ ഒരു പ്രശ്നത്തെ ഡീൽ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം ചില റിസ്ക് ഫാക്ടേഴ്സ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് പോകുന്ന ആദ്യത്തെ ഡെലിവറി തന്നെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ ഒരു എപ്പിസോഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തേതിലും ചാൻസസ് കൂടുതലാണ് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ ഫാമിലിയിൽ വേണ്ട രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഇല്ല, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ്, വഴക്കുകൾ ഉണ്ടാവുന്ന ഒരു കുടുംബമാണ്, ഫൈനാൻഷ്യലി ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ട്, അതുപോലെ ഹസ്ബൻഡുമായിട്ടുള്ള ഒരു അടുപ്പത്തിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട്,
ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ റിസ്ക്കാണ് ഇങ്ങനെയുള്ള മാനസിക പ്രശ്നങ്ങൾ, അതായത് ഡെലിവറിയോടനുബന്ധിച്ചുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ പറയുന്നത് അൺപ്ലാൻഡ് ആയിട്ടുള്ള ഡെലിവറി. അതായത് നമ്മളിപ്പം ഹസ്ബൻഡും വൈഫും കൂടെ തീരുമാനിക്കുകയാണെന്ന് എനിക്കൊരു 4 ഇയേഴ്സിന് ശേഷം കുട്ടി മതിയെന്ന് തീരുമാനിക്കുന്നു, പക്ഷേ ഒരു 1 ഇയറിൽ തന്നെ പ്രഗ്നൻ്റ് ആവുന്നു. സോ അപ്പോൾ അത് അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു ചൈൽഡ് ബർത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ വരുമ്പോൾ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് ഇഷ്യൂസും മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളും ഒക്കെ അത് വൈഫിനും അതേപോലെ ഈ പറയുന്ന ഹസ്ബൻഡിന് 2 പേർക്കും ഉണ്ടാവുന്ന ഒരു പ്രോബ്ലമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഡിപ്രഷനിൽ ഇപ്പോൾ മാം പറഞ്ഞു ഒരു 1% ഒരു അമ്മ അതിലൂടെ കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഇത്രമാത്രം റിസ്ക് ഫാക്ടേഴ്സ് ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അറിവുകളൊന്നും തീരുന്നില്ല, അറിഞ്ഞതെല്ലാം വെറും അറിവുകൾ മാത്രമല്ല, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത് പ്രാക്ടിക്കലാക്കി മാറ്റുകയും കൂടെ ചെയ്യാനായിട്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്തായാലും ഇനി നമ്മൾ നേരെ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്കാണ് പോകുന്നത്. പാട്ടുകൾക്ക് ശേഷം കൂടുതൽ കാര്യങ്ങൾ SK ജംഗ്ഷനിലൂടെ വിത്ത് മീ RJ Jo. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ജോ ആണുള്ളത്. ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ദേവി കൃഷ്ണ മാം ഫ്രം മിച്ചറ ഹോസ്പിറ്റൽ തെലങ്ക. മാം, നമ്മൾ പോസ്റ്റ് പാർട്ടം മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടില്ല, പക്ഷെ കൂടുതൽ പേരും സംസാരിച്ച് കണ്ടിട്ടുള്ളതും സിനിമയിലൂടെ ആണെങ്കിലും മറ്റ് വീഡിയോസിലൂടെ ആണെങ്കിലും കണ്ടിട്ടുള്ളത് ഇങ്ങനെയാണ്. ഈ ഭർത്താവിൻ്റെ കുടുംബത്തിലുള്ള ആളുകൾ, ഈ പറയുന്ന അമ്മായിമ്മ അല്ലെങ്കിൽ നാത്തുൻ, അങ്ങനെയുള്ള റോളിലുള്ള ആളുകളായിരിക്കും ഏറ്റവും കൂടുതൽ ഈ ഒരു ഇങ്ങനെയാണോ ഇങ്ങനെയാണോ കൈൻഡ് ഓഫ് ഒരു ചോദ്യം ചോദിച്ച് കുറച്ചും കൂടെ ഒന്ന് ട്രിഗർ ആക്കുന്നത്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് മുറിപ്പെടുത്തുന്നത് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് അവരെത്രമാത്രം ശ്രദ്ധിക്കണം. ഇപ്പം ഭർത്താവായിക്കോട്ടെ, അവരുടെ കുടുംബക്കാർ എത്രമാത്രം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഈ ഫാമിലി മെമ്പേഴ്സ് തന്നെ പറയുന്ന ഒരു കാര്യമാണ് കുഞ്ഞിനോടുള്ള താല്പര്യമില്ല, കുഞ്ഞിനെ ശരിയായ വിധത്തിൽ നോക്കുന്നില്ല എന്നുള്ള കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഈ ഒരു അവസ്ഥയിൽ പല അമ്മമാരും കേൾക്കാറുണ്ട്. അത് പലപ്പോഴും വേദനകളായി മാറുന്നുണ്ട്, അതൊരു ഫീലിങ്സിലേക്ക് പോകാറുണ്ട്. അപ്പം ഈ ഒരു എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എന്താണ് മാമിന് പറയാനുള്ളത്? പ്രസവത്തിനും പ്രസവാനന്തര ശുശ്രൂഷയെക്കുറിച്ചുമൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ധാരണകളും തെറ്റിദ്ധാരണകളും ഉണ്ട്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം കുഞ്ഞായതിനു ശേഷം ഇപ്പോൾ അയൽപക്കത്തുള്ളൊരു ചേച്ചിയോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവോ ആരെങ്കിലും ആയിക്കോട്ടെ, അവർ വന്നിട്ട് പറയുവാണ് പാല് കുറവാണല്ലോ, കുട്ടിക്ക് വെയിറ്റ് കുറവാണല്ലോ, അല്ലെങ്കിൽ കുഞ്ഞിനെ കുളിപ്പിക്കേണ്ടത് ഇങ്ങനെയല്ല, അങ്ങനെയാണ്, ഇതൊക്കെ പറയുന്ന ഈ ഒരു ക്രിറ്റിസിസംസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം ബ്ലൂ ആണെങ്കിലും ഡിപ്രഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്കൊക്കെ ആണെങ്കിലും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, ഈ പറയുന്ന ക്രിറ്റിസിസംസ് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ക്രിറ്റിസിസംസ് നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുണ്ട്. പിന്നെ എനിക്ക് ഫാമിലിയോടാണെങ്കിലും ഈ പറയുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫിനോടാണെങ്കിലും പറയാനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ അവസരത്തിൽ നമ്മൾ ഒരു ഗൈനക്കോളജിസ്റ്റ്, നിങ്ങൾ കാണുന്ന ഗൈനക്കോളജിസ്റ്റിൻ്റെയും അതുപോലെ കാണുന്ന പീഡിയാട്രീഷ്യൻ്റെയും അഡ്വൈസ് മാത്രം എടുക്കുക. കുഞ്ഞിനെ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളിലും മറ്റ് കാര്യങ്ങളിലുമൊക്കെ ഇവരുടെ 2 പേരുടെയും അഡ്വൈസ് എടുക്കുക. മറ്റാരുടെയും അഡ്വൈസ് നമ്മൾ ഇവിടെ അധികമായിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ മുമ്പ് ചോദിച്ചാൽ ഒരു കാര്യം ഒന്നുകൂടെ ചോദിക്കുകയാണെങ്കിൽ, കുട്ടികളോടുള്ള അല്ലെങ്കിൽ കുഞ്ഞിനോട് താല്പര്യം കുറയുന്നത് സാധാരണമാണ്, അല്ലെങ്കിൽ അങ്ങനെ അതോ നമുക്ക് തോന്നുന്നതാണ്? എന്താണ് ആ ഒരു അവസ്ഥയെക്കുറിച്ച് എന്താണ് മാമിന് പറയാനുള്ളത്? അതെ, കുഞ്ഞിനോടൊരു താല്പര്യക്കുറവല്ല, അവരുടെ ഈ ഒരു മാനസികാവസ്ഥ വരുമ്പോഴത്തേക്കിന് അവർക്ക് കുഞ്ഞിന് ചെറിയ കുട്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് നീഡ്സ് ഉണ്ട് അല്ലേ, ഒന്നും ചെയ്യാൻ പറ്റാതെ കിടക്കുന്ന കുഞ്ഞാണ്. അപ്പം കുഞ്ഞിന് ഒരുപാട് നീഡ്സ് ഉണ്ട്. അപ്പോൾ ആ നീഡ്സൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് അവർക്ക് പൂർണ്ണമായിട്ടും പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ ഈ ഡിപ്രഷൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വിഷാദാവസ്ഥ ഇങ്ങനെ മറയായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ കുഞ്ഞിനെ എടുത്ത് ലാളിച്ച് ഒരു ഇമോഷണലായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കുന്ന കാര്യത്തിലൊക്കെ ഇവർക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ഫീഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒരു ഇറിറ്റേഷൻ, ദേഷ്യം, ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുന്നു. അപ്പം അങ്ങനെയുള്ള ചില തടസ്സങ്ങളായിട്ട് വരുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം സൈക്കോസിസിലാണെങ്കിൽ അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ആ സിംറ്റം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ കുഞ്ഞിനെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ കുഞ്ഞിനെ ഒരു സൂപ്പർവിഷനിലുള്ള, അതായത് നമ്മൾ ആരെങ്കിലും അടുത്ത് നിന്നിട്ട് മാത്രം കുഞ്ഞിനെ കയ്യിൽ ഏൽപ്പിക്കുകയും ഫീഡ് ചെയ്യുകയും ഒക്കെ ചെയ്യാൻ പാടുള്ളൂ.
എന്നേ ഉള്ളൂ. പിന്നെ ആങ്സൈറ്റി പോലെയുള്ള പ്രശ്നത്തിലാണെങ്കിൽ കുഞ്ഞിനെക്കുറിച്ച് അമിതമായൊരു ഉത്കണ്ഠയാണ് അവർക്കുള്ളത്. അപ്പോൾ കുഞ്ഞിനെ ഒരു ഓവർ കെയർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് അവർക്കുള്ളത്. പക്ഷേ ഈ പറയുന്ന ഉത്കണ്ഠ അമിതമായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ കുഞ്ഞിപ്പോൾ കരയുന്നു അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ വരുമ്പോൾ അവർക്ക് ഈ പറയുന്ന പോലെ വേണ്ട രീതിയിൽ കുഞ്ഞിനെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് വരില്ല. അപ്പം ഓരോ പ്രശ്നത്തിലും ഓരോ രീതിയിലാണ് കുഞ്ഞിനെ ഈ ഒരു ഫങ്ഷനെ, അതായത് അമ്മ എന്നുള്ള റെസ്പോൺസിബിലിറ്റി ഹാൻഡിൽ ചെയ്യുന്നതിനകത്തൊരു ഡിഫിക്കൽട്ടി വരുന്നത്. ഇവിടെ കുടുംബാംഗങ്ങളാണ് ഈ പറയുന്ന പ്രശ്നങ്ങളെ നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ടത്. അതായത് ഇപ്പം ഹസ്ബൻഡ് അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരോ അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാരോ ആയിക്കോട്ടെ, ഈ കുഞ്ഞ് ഒരു ഇൻഫൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് നൈറ്റിലൊക്കെ ഫീഡിങ് എപ്പോഴും ആവശ്യം വരുന്നൊരു സമയമാണ്. ഫീഡിങ്ങിന് ശേഷം കുഞ്ഞിനെ ഉറക്കുന്നതും മറ്റു കാര്യങ്ങളുമൊക്കെ ഇവർ ടേൺസ് എടുത്തിട്ട്, അതായത് ഹസ്ബൻഡും വീട്ടുകാരും ടേൺസ് എടുത്ത് മാറി മാറി ചെയ്യാൻ ശ്രദ്ധിക്കുക. അമ്മയ്ക്ക് മിനിമം കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഒരു 5 hours സ്ലീപ്പെങ്കിലും കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളെ നമുക്ക് ഡീൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഈ ഭയം അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ സിംറ്റംസ് അവർ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെ നിസാരവൽക്കരിക്കാതെ അതിനെ കേൾക്കുകയും, അതുപോലെ ഈ നേരത്തെ പറഞ്ഞ സൂയിസൈഡൽ തോട്ട്സൊക്കെ അത് ഉണ്ടോയെന്ന് നമ്മൾ ചോദിക്കുന്നത്, അതായത് വിഷാദത്തിന് മറ്റ് സിംറ്റംസ് ഒക്കെ ഉണ്ട്, അപ്പോൾ ഇതുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നതിനകത്ത് തെറ്റില്ല. നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഭർത്താവിന് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും മുമ്പേ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഞാനൊന്ന് പറയുകയാണ്. നമുക്ക് എന്തിനും ഏതിനും അവരുടെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ ഞാൻ ഉണ്ട് കൂടെ എന്നുള്ളൊരു ആ ഒരു ധൈര്യം അവർക്ക് പകരുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും ഒരു പ്യുവറസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രതിവിധി അല്ലെങ്കിൽ ഒരു മരുന്ന് എന്നുള്ളത് മാമിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അവരുടെ കൂടെ നിൽക്കാം. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ, അതായത് പോസ്റ്റ് പാർട്ടം മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൊണ്ടേയിരിക്കാം SK ജംഗ്ഷനിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷന് സമയമാണ്. പോസ്റ്റ് പാർട്ടം മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കേട്ടറിയുന്നു. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ദേവി കൃഷ്ണ മാം ഫ്രം മീച്ചര ഹോസ്പിറ്റൽ തളക. മാം, നമ്മൾ മുമ്പേ പറഞ്ഞ് അവസാനിപ്പിച്ചത് എന്തിനും ഏതിനും ഒരു പ്രതിവിധിയുണ്ട്, അവർക്ക് നമ്മൾ കൂടെ ഉണ്ട് എന്നുള്ളൊരു ധൈര്യം പകർന്നു കൊടുക്കുക. അത് വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും എന്നൊക്കെ നമ്മൾ കേട്ട് മനസ്സിലാക്കി. അതുപോലെ തന്നെ മറ്റ് നമുക്ക് ചികിത്സ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പം ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകൾ, ഇപ്പം ഏതൊക്കെയാണ് അവസ്ഥകൾ നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം ആൻസൈറ്റി, പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ തുടങ്ങിയ അവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പം ഇതിൻ്റെ ഒരു മരുന്ന് എത്രമാത്രം വേണ്ടി വരും, അല്ലെങ്കിൽ കൗൺസിലിങ്ങിൻ്റെ ഒരു പ്രസക്തി എന്താണ് ഇവിടെ, പിന്നെ ഇതിൻ്റെ ഒരു ചികിത്സാ മാർഗ്ഗങ്ങൾ, മറ്റ് മാർഗ്ഗങ്ങളൊക്കെ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്? ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഈ പറയുന്ന പോലെ ഡോക്ടേഴ്സിൻ്റെ, ഇപ്പോൾ അത് ഗൈനക്കോളജിസ്റ്റ് ആണെങ്കിലും പീഡിയാട്രീഷ്യൻ ആണെങ്കിലും സൈക്യാട്രിസ്റ്റിൻ്റെയും ഒക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട്, മെഡിസിൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ. പക്ഷേ ഈ സൈക്കോതെറാപ്പി അല്ലെങ്കിൽ കൗൺസിലിങ്ങിലേക്ക് വരുമ്പോൾ പല രീതിയിലുള്ള തെറാപ്പീസ് വരുന്നുണ്ട്. അപ്പം തുടക്കത്തിൽ നമ്മൾ ഇതിൻ്റെ ഒരു സിവിയറിറ്റി എത്രയാണ്, അത് എത്രത്തോളം ആഴത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, ഈ പറയുന്ന പോലെ സൂയിസൈഡൽ ഐഡിയേഷൻസ്, കുട്ടിയെ ഹാം ചെയ്യുന്ന രീതിയിലുള്ള ചിന്തകൾ, ഇതൊക്കെ ഉണ്ടോ എന്നുള്ളത് അതിൻ്റെ ഒരു ആഴം നമ്മൾ മനസ്സിലാക്കി വയ്ക്കും. അതിനുശേഷം തെറാപ്പിയിൽ നമ്മൾ ഒരു കുടുംബ അംഗങ്ങളെ നമ്മളൊന്ന് സജ്ജരാക്കി നിർത്തണം, അല്ലേ? കുടുംബാംഗങ്ങളുടെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചല്ലോ. അപ്പോൾ അതിനെ നമ്മൾ സജ്ജരാക്കി എടുക്കുക എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിനോടൊപ്പം എങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളുള്ള അമ്മമാരെ നമ്മൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കുടുംബാംഗങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ വരുന്നത് ഇൻഡിവിജ്വൽ സെഷൻസ് ആണ്. അതായത് ആ വ്യക്തിക്ക് എന്ത് പ്രശ്നമാണ്, ഇപ്പോൾ ഡിപ്രഷൻ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള, ഇപ്പം കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി CBT എന്നൊക്കെ പറയും, അത് ഈ പറയുന്ന പോലെ നെഗറ്റീവ് ചിന്തകളും കുറ്റബോധം, അമിതമായിട്ടുള്ള കുറ്റബോധങ്ങളെയും ഒക്കെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. അതുപോലെ എക്സ്പോഷർ തെറാപ്പി അല്ലെങ്കിൽ റിലാക്സേഷൻ ട്രെയിനിങ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഈ പോസ്റ്റ്മോർട്ടം ആങ്സൈറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു പോസ്റ്റ്മോർട്ടം PTSD, അതായത് ഒരു ട്രോമ പോലെ ഫീൽ ചെയ്യുന്ന ഒരു ലേബറൊക്കെ വരുന്ന പേരൻസ് മദേഴ്സ് പൊതുവെ ഹോസ്പിറ്റലിലേക്ക് വരാനും അല്ലെങ്കിൽ ആ ഒരു ഓർമ്മ തിരിച്ച് കൊണ്ടുവരുന്ന കാര്യങ്ങളിലേക്ക് പോകാൻ തന്നെ ഇഷ്ടപ്പെടാത്തൊരവസ്ഥ വരാറുണ്ട്. അപ്പോൾ അവർക്ക് ഈ ട്രോമ ഫോക്കസ്ഡ് ആയിട്ടുള്ള തെറാപ്പി
ആക്സെപ്റ്റൻസ് തെറാപ്പി എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെയുള്ള തെറാപ്പീസിലൂടെയാണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് പൂർത്തിയാക്കുന്നത്. അത് വേണ്ട രീതിയിൽ എല്ലാ ഫാക്ടേഴ്സും ഒത്തു വരുന്ന സമയത്ത് ഒരു 2-3 മന്ത്സിനുള്ളിൽ അല്ലെങ്കിൽ 3-4 മന്ത്സിനുള്ളിൽ തന്നെ നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റും പഴയ രീതിയിലുള്ളൊരു ഫങ്ഷനിങ്ങിലേക്ക് അവർക്ക് തിരിച്ചെത്താനും സാധിക്കാറുണ്ട്. എന്നാൽ ഈ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്നുള്ള കണ്ടീഷനിൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മെഡിസിൻ തന്നെയാണ്. അതോടൊപ്പമാണ് നമ്മൾ കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയും ഒക്കെ കൊടുക്കുന്നത്. ഓക്കെ മാം, അപ്പോൾ എന്തായാലും പോസ്റ്റ്മോർട്ടം മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് കാര്യങ്ങൾ നമ്മൾ കേട്ടറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു SK ജംഗ്ഷനിലൂടെ. ഇനിയിപ്പോൾ നമ്മൾ അവസാന ഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് എന്താണ് മാമിനെ പറയാനുള്ളത്? ഇപ്പം ഒരുപാട് അവസ്ഥകൾ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥകളുടെ പല സിവിയറിറ്റി ബേസ് ചെയ്തിട്ടുള്ള ടേംസ് നമ്മൾ പറഞ്ഞു. മൺഡേ ബ്ലൂസ്, ബേബി ബ്ലൂസ്, അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്, ആൻസൈറ്റി തുടങ്ങിയ കാര്യങ്ങൾ, പോസ്റ്റ്മോർട്ടം ആൻസൈറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളതെന്താണ്, അതെങ്ങനെ നമുക്കതിനൊരു പ്രതിവിധി കണ്ടെത്താം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു എൻഡ് നോട്ട് എന്ന നിലയിൽ മാമിന് എന്താ പറയാനുള്ളത്? ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരിക്കലും നിങ്ങൾക്കൊരു ഉത്കണ്ഠ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വറീഡാക്കാനോ വേണ്ടിയിട്ടല്ല. ഇതിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു ചെറിയൊരു ഡിപ്രഷൻ്റെ എപ്പിസോഡ് ഉണ്ടായി എന്നുള്ള പേരിൽ ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഒരു കുട്ടി വേണ്ടാന്ന് വെക്കുക, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇവിടെ വരുന്നില്ല. ഇതിനൊക്കെ പരിഹാരവും വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഈ ലക്ഷണങ്ങളൊന്നും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഞാനിവിടെ. ഈ പറഞ്ഞ പോലെ ബേബി ബ്ലൂസ് ആണെന്നുണ്ടെങ്കിൽ അത് സീരിയസ് ആയിട്ടുള്ളൊരു പ്രോബ്ലം അല്ല, പക്ഷേ എങ്കിലും ആ ഒരു സെൻസിറ്റിവിറ്റി കൂടുതലായിരിക്കും. 1 മുതൽ 2 ആഴ്ചക്കുള്ളിൽ ആ പ്രശ്നങ്ങൾ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ തുടർച്ചയായിട്ട് നിൽക്കുന്ന വിഷാദാവസ്ഥയും കുറ്റബോധവും ഈ പറയുന്ന പോലെ ഒരു വല്ലാത്തൊരു ക്ഷീണം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുറച്ചും കൂടെ ഗുരുതരമായ ഒരു കണ്ടീഷനാണ്. അത് റിയാലിറ്റിയിൽ നിന്ന് വിട്ട് പല കാര്യങ്ങളും പേഷ്യൻ്റ് പറഞ്ഞു തുടങ്ങുവാണെങ്കിൽ, അല്ലാതെ എന്തെങ്കിലും ശബ്ദങ്ങൾ കേൾക്കുന്നതായിട്ടോ എന്തെങ്കിലും രൂപങ്ങൾ കാണുന്നതായിട്ടോ അല്ലെങ്കിൽ കുഞ്ഞിനെക്കുറിച്ചുള്ള ഹാം ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു റെഡ് ഫ്ലാഗ് ആയിട്ട് കണ്ട് നമ്മൾ ഉടനെ തന്നെ ഒരു ഹോസ്പിറ്റലൈസേഷൻ അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുവാണെന്നുണ്ടെങ്കിൽ അതോടൊപ്പം നമ്മുടെ ഫാമിലിക്ക് കൊടുക്കുന്ന അഡ്വൈസുകൾ, അത് സൈക്കാട്രിസ്റ്റ് ആണെങ്കിലും മറ്റു ഡോക്ടേഴ്സ് ആണെങ്കിലും തെറപ്പിയിലാണെങ്കിലും തരുന്ന അഡ്വൈസസ് നല്ല രീതിയിൽ പാലിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളെയൊക്കെ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം ആ ഒരു റെഡ് ഫ്ലാഗിനെ എങ്ങനെ ഗ്രീൻ ഫ്ലാഗ് ആക്കി മാറ്റാം എന്നുള്ള കാര്യം മാം വ്യക്തമാക്കി പറഞ്ഞു. ആൻഡ് മാം പറഞ്ഞതിൽ നിന്ന് തന്നെ ഞാൻ ഒന്നുകൂടെ തുടങ്ങുകയാണ്. അമ്മയാവുക എന്ന് പറയുന്നത് ഒരു റോൾ ചേഞ്ച് ആണ്. അത് ഒരുപാട് സാഹചര്യങ്ങളിലൂടെ, ഒരുപാട് പ്രതികൂലങ്ങളിലൂടെ, ഒരുപാട് സന്തോഷങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പം എന്നാലും കൂടെ നമുക്ക് നിൽക്കാം എന്നുള്ളൊരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ SK ജംഗ്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല വിധമായ കാര്യങ്ങളായിട്ട് SK ജംഗ്ഷൻ തുടർന്നുള്ള ദിവസങ്ങളിൽ എത്തുന്നതായിരിക്കും. സോ മാം, താങ്ക് യു സോ മച്ച്. ഒരുപാട് കാര്യങ്ങൾ മാം പറഞ്ഞു. എല്ലാവരും ഒരേപോലെ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഓക്കെ, ഭാര്യ മാത്രം അറിഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ ആ കുട്ടിയാണല്ലോ പ്രഗ്നൻറ്റ്, അവരുടെ കുടുംബം മാത്രം ഇത് അറിഞ്ഞാൽ പോരെ എന്നുള്ളതല്ല. നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം നമ്മൾ ഇന്ന് കേട്ടറിഞ്ഞു. അപ്പോൾ എന്തായാലും ഇന്നത്തെ SK ജംഗ്ഷനോട് വൈൻഡപ്പ് ചെയ്യുന്നു. ദിസ് ഈസ് RJ Jo signing off from SK ജംഗ്ഷൻ ആൻഡ് യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.